നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു വാർത്താ ചാനൽ, അതിന്റെ അവതാരകൻ അല്ലെങ്കിൽ ആ ചാനലിന്റെ മുതലാളി വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് വരുന്നു. ഒട്ടുമിക്ക ദിവസങ്ങളിലും അദ്ദേഹം ആ ചാനലിൽ വന്ന് മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ വാർത്ത വായിക്കുമ്പോൾ ഒരു കപ്പ് ചായയുമായിട്ടായിരിക്കും. ഇതേപോലത്തെ അല്ല, കാണാത്ത രീതിയിലുള്ള മറ്റേ വെള്ള കപ്പിലൊക്കെ ആയിരിക്കും ചായ, എന്നിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ദിവസങ്ങളിലും അദ്ദേഹം വാർത്ത വായിക്കാൻ വരുമ്പോൾ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ടായിരിക്കും അദ്ദേഹം വരിക. ആ കപ്പിന്റെ മുകളിൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം വായിക്കാറ്. അന്നും കഴിഞ്ഞ ദിവസവും പതിപോലെ അതേ രീതിയിൽ തന്നെ വന്നു. ഗുഡ് മോർണിംഗ് സോ ആൻഡ് സോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ കമന്റുകളൊക്കെ അടിച്ചുകൊണ്ട് വാർത്ത വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ മെസ്സേജ് വരുന്നത്. മെസ്സേജ് എന്താണെന്നറിയോ? റംസാൻ മാസത്തിൽ, അതായത് നോൻപ് കാലത്താണോ ചായ കുടിച്ചുകൊണ്ട് വാർത്ത വായിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ചായ കപ്പുമായിട്ട് വാർത്ത വായിക്കാൻ വരുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന മെസ്സേജ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്നു, ഞാൻ കരുതിയ മറുപടി, സഹോദര, എനിക്ക് നോൻപില്ല, അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചോട്ടെ എന്നാവും അദ്ദേഹം ചോദിക്കുന്ന മറുപടി എന്നായിരിക്കും. ചായ കുടിക്കണോ എന്നായിരിക്കും അദ്ദേഹം ചോദിക്കുന്ന മറുപടി എന്നാണ് ഞാൻ കരുതിയത്. കാരണം അദ്ദേഹം ഫാസിസ്റ്റത്തിനൊക്കെതിരെ വല്ലാതെ സംസാരിക്കുന്ന വ്യക്തിയാണ്. ബീഫ്, വലിയ ഡയലോഗുണ്ട് അദ്ദേഹത്തിന്റെ ബീഫിനെ കുറിച്ചിട്ട്. ബീഫ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ബാക്കിയുള്ളവരോട് കഴിക്കണ്ട എന്ന് കൽപ്പിക്കുന്നത് നിങ്ങളുടെ ഫാസിസ്റ്റ് നടപടിയാണ് എന്നൊക്കെ അദ്ദേഹം വലിയ ഡയലോഗുകളൊക്കെ അടിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, പേര് പറയാതെ തന്നെ. ആ മഹാനായ വ്യക്തിയെ, കാരണം ഈ ഡയലോഗൊക്കെ അദ്ദേഹം അടിക്കണതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഫ് കഴിക്കണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ മറ്റുള്ളവരോട് അത് കഴിക്കണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസിസ്റ്റമാണ് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ട് ഡയലോഗ് അടിക്കുന്ന വ്യക്തിയാണ് ഫാസിസ്റ്റ് നടപടികൾക്കൊക്കെ എതിരെ, അങ്ങനെയുള്ളതൊക്കെ എതിരെ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വ്യക്തി ഇങ്ങനെ തന്നെ പറയുമെന്നാണ് ഞാൻ കരുതിയത്. കാരണം സഹോദര, എനിക്ക് നോൻപില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നു എന്ന് അദ്ദേഹം പറയുമെന്നാണ് കരുതിയത്. പക്ഷെ കഴുത്തില് കത്തി വെച്ച് ചെയ്യിപ്പിക്കണ പോലെയായിരുന്നു പേടിച്ചിട്ട് അദ്ദേഹം ചെയ്തത്. ശരി, ഇനി ഞാൻ ചായയുമായിട്ട് വാർത്ത അവതരിപ്പിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചായക്കപ്പ് എടുത്ത് മാറ്റി. ബീഫിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സടകൊടഞ്ഞെഴുന്നേൽക്കുന്ന പുലികള് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വെറും പൂച്ചക്കുട്ടിയാവും. ഇതിപ്പോ ബീഫായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അദ്ദേഹത്തിന്റെ ചർച്ചകളും അദ്ദേഹത്തിന്റെ ധൈര്യവും. അങ്ങോട്ട് ഒരു പുലിക്കുട്ടിയായനെ. പക്ഷെ ആ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ വെറും ഒരു പൂച്ചക്കുട്ടിയായിട്ട് ആള് കപ്പാണ് മാറ്റിവെച്ചു. ഇതാണ് നമ്മളുടെ മാധ്യമങ്ങളിലെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ. നമസ്തേ.